ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നെത്തോലി പീര കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ മിക്സിയിൽ വെച്ചിട്ടുണ്ട്, ജാറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത്രയിട്ട് തോരത്തിന് അരയ്ക്കുന്നത് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പീര അരച്ച് വെച്ചിരിക്കുന്നില്ലേ, തോരത്തിന് അരയ്ക്കുന്നത് പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്. നാലഞ്ച് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് നെത്തോലി മീൻ കഴുകി വെച്ചിട്ടുണ്ട്, ഇത് ഇട്ട് കൊടുക്കണം മേളിൽ. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കും. ഇപ്പം ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചെറിയ തീയിൽ വെള്ളമൊക്കെ വറ്റി മീൻ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെന്ത ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ട് ഇളക്കണം. മീൻ പൊടിഞ്ഞു പോകും. ഇതാ ഇളക്കി ഇത് വയ്ക്കാം. പിന്നെ നെത്തോലി പീര മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെത്തോലി മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.